ജോസഫ് സി മാത്യു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉള്ള തെളിവുകൾ പലതും കോടതിക്ക് മുന്നിലെത്തുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകളിൽ വരെ മാറ്റങ്ങൾ ഉണ്ടായി, അവിടെ നൽകിയ വിവരങ്ങൾ വരെ മാറിയിട്ടുണ്ട്. 2, നവകേരള ബസ് ആക്രമിച്ചു, കല്ലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ശുദ്ധ നുണയായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഉന്നത തലത്തിൽ ഇടപെടൽ നടത്തി ഈ കേസിൽ ഈ തെളിവുകളിൽ മാറ്റം വരുത്തിയ ആളെ എന്തായാലും തൊടാൻ ഉദ്ദേശിച്ചിട്ടില്ല, SIT ആയാൽ പോലും. അതായത് ഇത് യഥാർത്ഥത്തിൽ ആ നടന്ന സംഭവം, അവിടെ കല്ലേറുണ്ടായി എന്ന് പറയുകയോ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ ആക്രമിച്ചു എന്ന് പറയുകയോ ചെയ്യുന്ന വിഷയത്തെക്കാൾ കൂടുതൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടും കൂടിയാണിത്. അതായത് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറയുക, എന്നിട്ട് അതിന്റെ പേരില് ഇത് ക്രൂരമായി ആക്രമിക്കുക, എന്നിട്ട് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടേ ഇല്ലെന്ന് പറയുക. ഇനി അഥവാ സത്യസന്ധമായി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രകടമായി പകൽ വെളിച്ചത്തിൽ വന്ന കാര്യങ്ങൾ എങ്ങനെ നിഷേധിക്കും എന്ന് പറയുന്ന, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഉളുപ്പുള്ള ഉദ്യോഗസ്ഥർ എഴുതിയ ഒരു റിപ്പോർട്ടുണ്ടെങ്കിൽ ഉളുപ്പില്ലാത്ത മേലുദ്യോഗസ്ഥരെ അത് വിളിച്ച് തിരുത്തുക. അങ്ങനെ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഒരു സിനോപ്സിസ്, അതാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിലൂടെ തെളിവാകുന്ന ഒന്നാമത്തെ കാര്യം. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഇതെല്ലാവരും കണ്ടതാണ്, ലൈവായി കണ്ടതാണ്, അതിനുശേഷം റെക്കോർഡിംഗ് നിരവധി തവണ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം ഇതാണ് നടന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. പുതിയൊരു വിവരമുള്ളത് DGPയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ തിരുത്തലിനും രേഖകളുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിലേക്ക് പ്രകടമായി പറയാൻ കഴിയാത്തത് ഇപ്പോഴും ഹൈറാർക്കിയിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് പേര് പറഞ്ഞ് അങ്ങനെ പ്രകടമായി പോകാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ അത് തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണം, ഒരുപക്ഷെ DGP തല അന്വേഷണം ഒക്കെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് DGP കൊടുത്ത റിപ്പോർട്ടിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പക്ഷെ ഇതിലുള്ള തടസ്സം, നമ്മൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ശ്രീ അജിത് കുമാർ അങ്ങനെ ഒരു CPMന്റെ ആളെന്നൊന്നും പറഞ്ഞുകൂടാ. അദ്ദേഹം ഒരു അധികാരത്തിലിരിക്കുന്നവരുടെ ആളാണ്. അപ്പൊ ഈ സർക്കാരിനും അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ലഭിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് പൊളിറ്റിക്കൽ കറപ്ഷനാണ് ഈ. അതുകൊണ്ട് എവിടം വരെ മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത്. അതായത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ആലപ്പുഴയിലെ ആ 5 ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് ഇത് മുകളിലേക്കൊന്നും പോകാൻ സാധ്യതയുണ്ടെന്ന് അങ്ങ് കരുതുന്നില്ല? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചത് സത്യത്തിൽ DGP ആണ്. അദ്ദേഹത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതിന്റെ മേളിൽ ഫർദർ റിപ്പോർട്ട് എടുക്കുകയും നടപടിയിലേക്ക് നീങ്ങുകയൊക്കെ വേണം. പക്ഷെ അവിടേക്ക് പോകാത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പൊസിഷൻ മാത്രമല്ല, അദ്ദേഹം തുടർന്ന് വരുന്ന ഭരണാധികാരികൾക്കും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അവർക്കും സൗകര്യമാണ് എന്നുള്ളത് കൊണ്ട് സംരക്ഷിക്കാനാണ് സാധ്യത. അപ്പൊ ഇത് പൊതുസമൂഹം ഇങ്ങനെ അലർട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രത്തോളമെങ്കിലും പോകുന്നത്. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് എവിടം വരെ പോകുമെന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. UDF സർക്കാർ ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആദ്യത്തെ ഒരു അവരുടെ ദൗത്യമായി കണ്ടത് ഈ സംഭവമാണ്. നവകേരള യാത്ര തൊട്ടാണ് നമുക്കറിയാം LDF സർക്കാരിനെ സംബന്ധിച്ചും ക്ഷീണങ്ങളുടെ ഒരു പരമ്പര, ആരോപണങ്ങളുടെ ഒരു പരമ്പര തുടങ്ങുന്നത്, ഒരു സജീവ പരമ്പര തുടങ്ങുന്നത് അവിടെ തൊട്ടാണ്. അപ്പോൾ UDF സർക്കാർ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു നീതി അല്ലെങ്കിൽ കൃത്യമായി സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് തെളിയിക്കുന്ന ഒരറ്റം വരെ പോവും എന്നങ്ങ് കരുതുന്നുണ്ടോ? അല്ല, അത് ഏതാണ്ട് തെളിവ് സഹിതം പൊതുജനങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോവുക എന്നുള്ള ഇത് തന്നെ UDFന്റെ ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയാണ് ഈ ചെയ്യുന്നത്. ഇത് സ്വാഗതാർഹമാണ്. പക്ഷേ കാരണം കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് അവര് അങ്ങനെ തെരുവിൽ നടത്തിയ ഒരുപക്ഷെ ഏക സമരമായിരിക്കും. അപ്പൊ ആ സമരത്തോട് സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഇത്ര ക്രൂരമായിട്ട് സമീപനം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അത് അവർക്ക് മറക്കാറായിട്ടില്ല. അത് വളരെ റീസെന്റ് ആയിട്ട് നടന്ന കാര്യവും. അപ്പൊ അവരുടെ ഒരു പാർട്ടി പ്രവർത്തകരുടെ മുറയിൽ നിന്ന് തന്നെ ഈ അന്വേഷണം വളരെ സഹായകരമാണ്. പുതിയ നേതൃത്വം അത്തരം ചില കാര്യങ്ങൾ, ഇപ്പൊ കിഫ്ബിയുടെ കാര്യമായാലും ഒക്കെ അത് കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതൊരു
ഒരു പുതുമയാണ് പരമ്പരാഗത UDF സർക്കാരുകളിൽ നിന്ന് മാറി. അപ്പൊ അതുകൊണ്ട് ഇത്രത്തോളം പോയത് തന്നെ ഞാൻ പറയുന്നത് അൺക്യാരക്ടറിസ്റ്റിക് എന്നാണ്. നോക്കിക്കാണാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ സമ്മർദ്ദം മാത്രമാവില്ല. ഇത് ഒതുക്കി തീർക്കാനുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അതിന്റെ മധ്യേ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് UDF-ന്റെ പരമ്പരാഗത സ്വഭാവവുമായി ചേർന്ന് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്.